ഓപ്പറേഷൻ നംകോർ എന്ന് പേരിട്ടിരിക്കുന്ന കസ്റ്റംസിന്റെ പരിശോധനകൾ നടക്കുന്നു. ഭൂട്ടാനിൽ സൈന്യം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് മോഡിഫൈ ചെയ്ത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഇപ്പോൾ റാഫി നിൽക്കുന്നത് ദുൽഖർ സൽമാന്റെ കൊച്ചിയിലുള്ള വസതിക്ക് മുന്നിൽ നിന്നാണ്. റാഫി, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പം മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഈ എളംകുളത്തെ ദുൽഖറിന്റെ വസതിയിൽ എത്തിയിരുന്നല്ലോ. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ദുൽഖറിന്റെ എലംകുളത്തുള്ള വീട്ടിലുണ്ട്. ഒപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഈ വീടിനകത്ത് തന്നെയുണ്ട്. ഇപ്പോഴും ഈ പരിശോധന തുടരുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്ന വാഹനങ്ങൾ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ പ്രാഡോ, ഒപ്പം തന്നെ നിസാൻ പെട്രോൾ, ഒപ്പം ഇത്തരത്തിലുള്ള വിന്റേജ് വാഹനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, ദുൽഖർ സൽമാൻ വളരെയധികം വാഹനങ്ങൾ, വിന്റേജ് വാഹനങ്ങളുള്ള ഒരു ഗ്യാരേജിന്റെ ഉടമയാണ്. കാരണം BMW, മെഴ്സിഡസ്, ഒപ്പം നിസാൻ, ഒപ്പം തന്നെ ടൊയോട്ട, ഈ വാഹനങ്ങളുടെ ഒരു വിന്റേജ് വാഹനങ്ങളുടെ ഒരു ഗ്യാരേജ് തന്നെ ദുൽഖർ സൽമാനുണ്ട്. 7ലധികം വാഹനങ്ങൾ ഈ നിരയിൽ ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിൽ പലതും ഇന്ത്യയിൽ ഇതുവരെയും ഇറക്കിയിട്ടില്ലാത്ത, വിദേശ രാജ്യങ്ങളിൽ ഇറക്കി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. ആ നിരയിലേക്കുള്ളൊരു വാഹനമാണ് ഇപ്പോൾ സംശയനിരയിലായിരിക്കുന്ന നിസാൻ പെട്രോൾ വാഹനം. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടാണ് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമാണ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ അമിത് ചക്കാലക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പ്രാഡോ, ലാൻഡ് ക്രൂയിസർ പ്രാഡോ വാഹനമുണ്ട്. അതും ഒരു വിന്റേജ് വാഹനമാണ്. അമിത് ചക്കാലക്കൽ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അമിത്തിനെയും കുടുക്കിയിരിക്കുന്നത്. ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലേക്കുള്ള അന്വേഷണം ഇവരിൽ എത്തി നിൽക്കുന്നത് ഈ ഡീലർമാരിൽ നിന്ന് ഈ വാഹനങ്ങൾ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ വാഹനങ്ങൾ വിൽപ്പന നടത്തി ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിലാണ് ഈ അന്വേഷണം ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങളിലേക്കും കേരളത്തിലെ വ്യവസായികളിലേക്കും എത്തി നിൽക്കുന്നത്. ഈ വാഹനം ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയതിന് ശേഷം കള്ളക്കടത്ത് വാഹനമായി ഇന്ത്യയിലേക്ക് എത്തിച്ചതാണോ എന്ന് ഇവർക്ക് അറിയാമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ആ നിലയിലുള്ള വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ഈ കസ്റ്റംസ് സംഘം പരിശോധിക്കുന്നതും. ഈ വാഹനങ്ങൾ ഇവർ ഡീലർമാരിൽ നിന്നായിരിക്കണം വാങ്ങിയിരിക്കുക. ഈ ഡീലർമാർ ഇത്തരത്തിൽ ദുൽഖറിനും പൃഥ്വിരാജിനും അമിത്തിനും എല്ലാം ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങൾക്ക്, ഈ വിന്റേജ് വാഹന പ്രേമികളായ നിരവധി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സെലിബ്രിറ്റികൾക്കെല്ലാം തന്നെ വാഹനങ്ങൾ നൽകുന്ന ഡീലർമാർ കൊച്ചിയിലും കേരളത്തിലും സജീവമായുണ്ട്. ഇവരുടെ അറിവോടുകൂടിയായിരിക്കും ഈ വാഹനം ഇവർ ഈ താരങ്ങളിലേക്ക് എത്തിയിരിക്കുക. ഈ താരങ്ങൾ ഈ വാഹനം ഉപയോഗിക്കുന്നത് ഇത്തരം നികുതി വെട്ടിപ്പ് നടത്തി കള്ളക്കടത്ത് വാഹനമായി ഇന്ത്യയിലേക്ക് എത്തിച്ചതാണോ എന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇവരുടെ അറിവോടുകൂടിയാണെങ്കിൽ അതിൽ വലിയൊരു കുറ്റകൃത്യമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.